പത്തരമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നന്ദുവിനെ ആദർശും അനിയും ചേർന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന രംഗത്തെ കാണിച്ചുകൊണ്ടാണ്. കാർ വാതിക്കൽ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ കനകയും നയനയും ഗോവിന്ദനും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നന്ദുവിനെ കണ്ടുകൊണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നയന വിളിക്കുമ്പോൾ നന്ദു ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്തു പറ്റിയതാണ് മോളെ? വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. കുറെ ഗുണ്ടകൾ ചേർന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി. എന്തായാലും കൃത്യസമയത്ത് ഞങ്ങൾക്കവിടെ എത്തുവാൻ പറ്റി എന്ന് ആദർശ് പറയുമ്പോൾ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് വരുന്നത്. വേദന മാറുവാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് അനി. തലയ്ക്ക് അടിയേറ്റപ്പോൾ തന്നെ ബോധം പോയി, പക്ഷേ തല പൊട്ടിയിട്ടില്ല എന്ന് നന്ദു പറയുകയാണ്. ആരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് കനക പരിഭ്രമത്തോടു കൂടി ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ്, ഒന്നും അറിയില്ല, തല്ലുകൊണ്ട് ഗുണ്ടകളൊക്കെ ഇറങ്ങി ഓടി. അപ്പോൾ അനി പറയുകയാണ്, ഇതിൻ്റെ പിൻപിൽ അവളും അവളുടെ വീട്ടുകാരുമാകാനാണ് സാധ്യത. എൻ്റെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയും. ഇവിടെ വന്ന് അവൾ ഏട്ടത്തിയെ പിടിച്ച് തള്ളിയപ്പോൾ നന്ദു അവളെ അടിച്ചില്ലേ, അവളെ തൊഴിച്ചൊരു മൂലയ്ക്കാക്കിയില്ലേ, അതിൻ്റെ പകരം വീട്ടിയതായിരിക്കും. ഇത് കേട്ടിട്ട് നയന പെട്ടെന്ന് പറയുകയാണ്, ഇക്കാര്യത്തിൽ അനാമികയെ കുറ്റം പറയാൻ പറ്റില്ല, ഇവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ്. അപ്പോൾ കനക, അതേ മോനെ, കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവൾ. അതിൻ്റെ വൈരാഗ്യം ആരെങ്കിലും തീർത്തതാണോ എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മേ, അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. അനാമിക നമ്മൾ കരുതുന്നത് പോലെയുള്ളൊരു പെൺകുട്ടിയല്ല. എൻ്റെ അമ്മ അവൾക്ക് കൊടുത്ത സ്വർണ്ണമാല കാണാതെ പോയതും എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റൽ വാസവും അങ്ങനെ പലതിലും അവൾക്ക് പങ്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പെട്ടെന്ന് അനി പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, അങ്ങനെ ഒരുത്തിയെ ഇനി നമ്മുടെ വീട്ടിൽ വേണോ എന്ന്. അനി, അവളെ പറഞ്ഞു തിരുത്തി അവളുടെ സ്വഭാവം മാറ്റുകയാണ് വേണ്ടത്. അതിന് നീ അവളെ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിലുള്ള അകലം നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പം കാരണമെന്നാണ് അവൾ കരുതുന്നത്. അതുകൊണ്ട് അവളെ പറഞ്ഞ് തിരുത്തണമെന്ന് ആദർശ് പറയുമ്പോൾ, പിശാചിൻ്റെ ഹൃദയവുമായി നടക്കുന്നവരെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമേട്ട? അവൾ ഒരിക്കലും മാറില്ല. എല്ലാവരും കൂടി എന്നെ റിസ്ക് എടുപ്പിക്കുകയാണ്. ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്തൊരു ബന്ധം എൻ്റെ തലയിൽ വന്നു വീണു, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞിട്ട് അനി അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇത് കണ്ടിട്ട് നയന പറയുകയാണ്, അനിയെ ഇനി ചൂട് പിടിപ്പിക്കേണ്ട ആദർശേട്ടാ. ഇങ്ങനെ നിന്നാൽ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു ഡിവോഴ്സിന് സാക്ഷിയാകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ അവൻ പറയുന്നതിലും സത്യമുണ്ട്. ഒരിക്കലും അവന് ചേരാത്തൊരു പെണ്ണായിരുന്നു അനാമിക. വളരെ നേരത്തെ സത്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ അതെന്നെ അറിയിക്കണമായിരുന്നു. അവിടെ നിങ്ങൾക്കെല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നന്ദുവിനും അനിക്കും ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും അനിയുടെ ജീവിതത്തിലേക്ക് അനാമിക ഒരിക്കലും കടന്നു വരില്ലായിരുന്നു. അതിനെ ഞാൻ മുളയിലെ നുള്ളിയനെ. ഇത്രയും പറഞ്ഞിട്ട് ആദർശും അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് നയനയും നന്ദുവും അകത്തേക്ക് കയറിപ്പോകുമ്പോൾ കനക ഗോവിന്ദനോട് പറയുകയാണ്, ഗോവിന്ദേട്ടാ, ജ്യോത്സ്യന്റെ പ്രവചനം സത്യമാകുമോ എന്തോ? അത് സത്യമാകാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ, പക്ഷേ അയാൾ തറപ്പിച്ചാണ് പറഞ്ഞത്. സ്നേഹിച്ച പയ്യന്റെ വിവാഹം കഴിഞ്ഞാൽ പോലും അവൻ കറങ്ങിത്തിരിഞ്ഞ് മോളുടെ അടുത്ത് എത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എത്താതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, മനസ്സിലായോ എന്ന് താക്കീതുപോലെ ഗോവിന്ദൻ കനകയോട് പറഞ്ഞിട്ട് കയറിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് അനാമികയുടെ വീട്ടിലെ രംഗങ്ങളാണ്. അനാമിക നല്ല കലിപ്പിലാണ്. അവനെ അവൾക്കൊപ്പം കണ്ടതിൻ്റെ ദേഷ്യം എനിക്ക് തീരുന്നില്ല എന്ന് പറഞ്ഞ് വേണുവിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് അനാമിക. അച്ഛൻ പഴയ അച്ഛനൊന്നുമല്ല. അച്ഛൻ്റെ പഴയ കഴിവുകളൊന്നും ഇപ്പോൾ ഇല്ല. അച്ഛനെ പറ്റിക്കാനും എളുപ്പമാണ്. അപ്പോൾ രേവതി, അത് മോൾ പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ രേവതി അവന്മാർ പേരെടുത്ത ഗുണ്ടകളാണ്. ഇത്രയും വേണു പറയുമ്പോൾ അനാമിക വീണ്ടും പറയുകയാണ്, ഓ, അവന്മാരിങ്ങനെ ഓരോരുത്തരെ പറ്റിച്ചിട്ടായിരിക്കും പേരെടുത്തത്. അവൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പറഞ്ഞു വിട്ടിട്ട് അവളെ കൊന്നെന്ന് കള്ളം പറഞ്ഞില്ലേ അവന്മാർ? എൻ്റെ മോളെ അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളെ കെട്ടിയിട്ടിരിക്കുന്ന പടം വരെ നമുക്ക് അവന്മാർ അയച്ചു തന്നില്ലേ? ഇത് വേണു പറയുമ്പോൾ അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് രേവതി. അപ്പോൾ പിന്നെയും അനാമിക പറയുകയാണ്, ഇതിപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേർന്ന് അവളെ തട്ടിക്കൊണ്ടുപോകുവാൻ ആളെ വെച്ചു എന്ന് മാത്രമേ അവളുടെ വീട്ടുകാർ പറയൂ. അതോടെ അനിക്ക് എന്നോടുള്ള ശത്രുത കൂടും. അനിക്ക് മാത്രമല്ല, അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്നോടുള്ള ശത്രുത കൂടും. ഇനി അനിക്ക് അവളോടുള്ള സിമ്പതി കൂടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈശ്വര, അവരെ തമ്മിൽ അകറ്റാൻ നോക്കും തോറും അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണല്ലോ എന്ന് രേവതി പറയുമ്പോൾ ഇത് കേട്ടിട്ട് വേണു അനാമികയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്, മോളെ വിഷമിക്കണ്ട, ഇനിയും നമുക്ക് അവസരം കിട്ടും. ഉടനെ വേണുവിൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അനാമിക ചോദിക്കുകയാണ്, ഇനി ഇതിലും നല്ല അവസരം എപ്പോൾ വരാനാണ്? ഇന്ന് അവളുടെ മരണം ആഘോഷിക്കാം കരുതിയിരുന്നത്, അതെല്ലാം പാഴായിപ്പോയി. അപ്പോൾ വേണു പിന്നെയും പറയുകയാണ്, മോളൊരു കാര്യം ചെയ്യ്, ഇനി ഒരു കാരണവശാലും അവളുടെ മുൻപിലെങ്ങും പോയി നിൽക്കരുത്. അതെന്താ? നമ്മളാണ് ഇതിൻ്റെ പിൻപിൽ എന്നൊരു സംശയം അവൾക്ക് വന്നാൽ ഇനിയും അവൾ മോളുടെ ദേഹത്ത് കൈവെക്കാൻ സാധ്യതയുണ്ട്.
അതെ, എൻ്റെ ദേഹത്ത് മാത്രമല്ല, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ദേഹത്ത് അവൾ കൈവച്ചിരിക്കും എന്ന് അനാമിക. ഒറ്റയ്ക്ക് 4-5 പേരെ തല്ലി ഒതുക്കാൻ അവൾക്ക് വലിയ പാടൊന്നുമില്ല. അത് ഞാൻ നേരിട്ട് കണ്ടവളാണ്, ഞാനതിന് സാക്ഷിയാണ്. ഇത് കേട്ടിട്ട് രേവതി പറയുകയാണ്, ഏതായാലും അവരെ ആ കടയിൽ വെച്ച് കണ്ട സ്ഥിതിക്ക് അവരെ എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കണമായിരുന്നു. അതെന്തിനാണ് നോക്കുന്നത് എന്ന് അനാമിക ചോദിക്കുമ്പോൾ, അല്ല, ഇനി അവരേതെങ്കിലും ഹോട്ടലിലേക്കോ വല്ലതും ആണ് പോയതെങ്കിൽ എൻ്റെ മോളെ, നിന്റെ ജീവിതമാണ് തകരാൻ പോകുന്നത്. പിന്നെ നിന്റെ താലിക്ക് വലിയ ബലമൊന്നും കാണില്ല. അതല്ലെങ്കിലും ഇപ്പോഴുമില്ല. താലി കെട്ടിയതിനു ശേഷവും താലി കെട്ടാത്തവനെ പോലെയാണ് അവനിപ്പോഴും ജീവിക്കുന്നത്. എന്നെപ്പോലെ ഒരു ഭാര്യ അവൻ്റെ ബെഡ്റൂമിലുണ്ട് എന്ന ചിന്ത പോലും അവനില്ല. ഇതിനൊക്കെ കാരണക്കാരിയായവളെയാണ് ഇന്നവർ വെറുതെ വിട്ടത്. എന്നിട്ട് ഇല്ലാത്ത പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതും എൻ്റെ സ്വർണം വിറ്റ് കിട്ടിയ പൈസ. അവളുടെ ശല്യം ഇന്ന് തീരുമെന്ന് കരുതിയിട്ടാണ് അത് ഞാൻ ചെയ്തത്. പക്ഷേ അതും പോയി കിട്ടി. അനാമിക വല്ലാത്ത കലിപ്പിൽ തന്നെയാണ്. തുടർന്ന് കാണുന്നത് ഓർമ്മകളിൽ സഞ്ചരിക്കുന്ന ദേവയാനിയുടെ മുഖമാണ്. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ദേവയാനി വീണ്ടും വീണ്ടും അയവിറക്കുകയാണ്. നയനമോൾ കുടുംബത്തോട് കാണിക്കേണ്ട സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. ദേവയാനിയെ സഹായിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നയനമോൾ ഒരിക്കലും മാറി നിൽക്കുന്ന കൂട്ടത്തിലല്ല. ആദർശ് നയനയെ കല്യാണം കഴിച്ച ശേഷം ആ കുട്ടി നിന്നെ ഒരമ്മായിയമ്മയായിട്ടല്ല, സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കണ്ടത്. ഈ വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് വല്ലാത്ത സംശയത്തിൽ ദേവയാനി അങ്ങനെ തളർന്നിരിക്കുമ്പോൾ ആദർശ് ആ മുറിയിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ ഉണ്ട് അമ്മേ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അതുകൊണ്ടാണ് നയന മടങ്ങി വരാത്തത്. അമ്മയൊന്ന് വിളിച്ച് അവളോട് ഇങ്ങോട്ട് മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നുകൊള്ളാം. അങ്ങനെയൊരു നീക്കം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് ഞാൻ പല ആവർത്തി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത്? അമ്മേ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഞാനൊരു ചെക്ക് നിന്റെ കയ്യിൽ തന്നിരുന്നല്ലോ, അതിതുവരെ മാറിയിട്ടില്ല. അവരത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. അത് അമ്മ, അവരിപ്പോൾ നാട്ടിലില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. എങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊടുത്താൽ പോരെ? അമ്മ, അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതെന്താ അവർക്ക് ഇഷ്ടമല്ലാത്തത്? നീ എന്തൊക്കെയോ എൻ്റെ മുമ്പിൽ നിന്നും മറയ്ക്കുന്നുണ്ട് ആദർശേ. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയെ എനിക്ക് കാണണം, കണ്ടേ തീരും. തുടർന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ്, ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എൻ്റെ സംശയം ഞാൻ തീർക്കും. ഉടനെ ആദർശ് ചോദിക്കുകയാണ്, ഞാൻ നയനയുടെ കാര്യത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ അമ്മ എന്തിനാണ് ആ പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കുന്നത്? എനിക്ക് പ്രധാനപ്പെട്ടത് നിന്റെ ഭാര്യയല്ല, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും അവളെ തന്നെയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ലേ? അതിന് നിങ്ങളൊക്കെ എന്തിനാണ് ഇത്ര ടെൻഷനാക്കുന്നത് തന്നെ? എൻ്റെ മനസ്സിൻ്റെ സന്തോഷം നോക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെ കാണുക എന്നുള്ളതാണ്. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് അതിത്ര നിസ്സാരമായി കാണുന്നത്? അപ്പോൾ ആദർശ് പറയുകയാണ്, എങ്കിൽ ഞാൻ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാം അമ്മേ. എന്നാൽ ഇപ്പോൾ തന്നെ വിളിക്ക്, എന്നിട്ട് ആ ഫോൺ എനിക്ക് താ. ഇപ്പോഴോ? എന്താ ഒരു തടസ്സം? നീ വിളിക്ക്. ഗത്യന്തരമില്ലാതെ ആദർശ് ഫോൺ കയ്യിലെടുത്തിട്ട് മനസ്സിൽ പറയുകയാണ്, ഈശ്വര, ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ വിളിക്കുന്നത്? തുടർന്ന് ഫോൺ ചെവിയിൽ വെച്ചിട്ട് പെട്ടെന്ന് ദേവയാനിയോട് ആദർശ് പറയുകയാണ്, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ഏരിയയാണ്. ഇനിയുള്ള കാലം മുഴുവനും അയാൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലായിരിക്കുമോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അമ്മ, വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ എന്ന് ആദർശ്. തുടർന്ന് ആദർശ് മുറി വിട്ട് പോവുകയാണ്. തുടർന്ന് കാണുന്നത് ആദർശും അനിയും നവ്യയും കൂടി ഹാളിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നതാണ്. ആദർശ് പറയുന്നു, ഇതിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും ഏട്ടാ എന്ന് അനി ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ്, അവളാണെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മ വിളിക്കാതെ വരില്ല എന്ന് വാശി പിടിച്ചു നിൽക്കുകയുമാണ്. അതിന് ആദർശ്, അത് ചെറിയ വാശിയൊന്നുമല്ല, അവൾ അമ്മ വിളിക്കാതെ ഒരു കാരണവശാലും വരില്ല. അനി വീണ്ടും ചോദിക്കുകയാണ്, അവസാനം സത്യം പറയേണ്ടി വരുമോ ഏട്ടാ? ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. അങ്ങനെ സത്യം അറിയുമ്പോൾ അമ്മായിക്ക് നയനയോടുള്ള സ്നേഹം കൂടേണ്ടതല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നയനയുടെ ഒരു സഹായവും വേണ്ട എന്ന് അമ്മ പറഞ്ഞു നടക്കുകയല്ലേ. അമ്മ അങ്ങനെ പറയുമ്പോൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും അച്ഛനെയും ഒക്കെ കൂടുതൽ കുറ്റപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാവരും കൂടി വലിയമ്മയെ കോമാളിയാക്കിയെന്നറിഞ്ഞാൽ വലിയമ്മ ഒരിക്കലും അത് സഹിച്ചു എന്ന് വരില്ല എന്ന് അനി. നവ്യ ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്? അതിന് ആദർശ്, എനിക്കൊന്നും അറിയില്ല. അമ്മയ്ക്കിപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ വലിയ സംശയമുണ്ട്. പക്ഷേ ഇതുവരെ ആ സംശയം നയനയിലേക്ക് പോയിട്ടില്ല. ഉടനെ അവരുടെ നടുവിലേക്ക് ദേവയാനി നടന്നു വരികയാണ്. പെട്ടെന്ന് ഇത് കണ്ടിട്ട് അനി അടക്കം പറയുകയാണ്, ഏട്ടാ, വലിയമ്മ വരുന്നു.
ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? പെട്ടെന്ന് ഞെട്ടലോടുകൂടി ആദർശും അനിയും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്നുമില്ലമ്മേ. അപ്പോൾ നവ്യ പറയുകയാണ്, നയനയെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയാണ്. അവൾക്കെന്താ കൈയും കാലും ഒന്നുമില്ലേ? അവളെ അവിടെ പോയി വിളിച്ചുകൊണ്ട് വരണമോ? അത് പിന്നെ അമ്മായിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ വരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. ഇവനിപ്പോഴേ നല്ലൊരു വീടും എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ തന്നെ സുഖകരമായി നിൽക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടിട്ട് അനി പറയുകയാണ്, ഏട്ടന് നല്ല ആഗ്രഹമുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരണമെന്ന്. ആഗ്രഹമുണ്ടെങ്കിൽ ഇവൻ പോയി വിളിച്ചുകൊണ്ട് വരണം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവൾക്ക് മുൻപിൽ ഞാൻ താണു കൊടുക്കുമെന്ന് ആരും കരുതണ്ട. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അമ്മേ, ഇതൊരു ജീവിതമല്ലേ? ഇവിടെ ഒരു മത്സരത്തിൻ്റെ ആവശ്യമുണ്ടോ? അതെ, മത്സരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെന്താണ് ഞാൻ വിളിച്ചാൽ മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കുന്നത്? അമ്മ ഭാര്യയുടെ മുൻപിൽ തലകുനിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ മിക്ക അമ്മമാർക്കും അങ്ങനെ ഒരാഗ്രഹം കാണില്ല. ഇത് കേട്ടിട്ട് അനി പറയുകയാണ്, ഏട്ടത്തിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതാണ് ഏട്ടാ നല്ലത്. കുറച്ച് ദിവസം കൂടി അവൾ സമാധാനത്തോടെ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് നോക്കാം എന്ന് ആദർശ്. തുടർന്ന് വാ അമ്മേ എന്ന് പറഞ്ഞ് ദേവയാനിയെ വിളിച്ചുകൊണ്ട് ആദർശ് മുറിയിലേക്ക് പോവുകയാണ്. തൊട്ടു പിന്നാലെ നവ്യ അനിയോട് ചോദിക്കുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരുന്നില്ലേ? അവളെ എന്തിനാണ് ഇടത്തി ഞാൻ പോയി വിളിച്ചുകൊണ്ടിരുന്നത്? അവളുടെ കാര്യത്തിൽ അമ്മായിയമ്മ ഒത്തിരി തലകുനിക്കുന്നുണ്ട്. അവളെ ഏതു നേരത്തും എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ വരുന്നില്ല. ഞാൻ പോയി അവളെ വിളിക്കണം പോലും. എനിക്കവളെ ഒട്ടും താല്പര്യമില്ല. ഏട്ടനെ ഏട്ടത്തിയെ വിളിച്ചുകൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഏട്ടനെ സ്നേഹിക്കുന്ന ഭാര്യ ആയതുകൊണ്ടാണ്. എന്നെ സ്നേഹിക്കാത്ത ഭാര്യയെ ഞാനെന്തിനാണ് വിളിക്കുന്നത്? ഇത് കേട്ടിട്ട് നവ്യ മൗനമായി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് മൂർത്തി സാർ ഡോക്ടറുടെ അരികിൽ ചെക്കപ്പിനായി ചെന്നിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഡോക്ടർ മൂർത്തി സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, സാറിൻ്റെ കാര്യത്തിൽ ഒരത്ഭുതം സംഭവിച്ചിരിക്കുന്നു. രോഗത്തിന് സാറിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. സാറിൻ്റെ ആത്മവിശ്വാസവും പിന്നെ ബോഡി മെഡിസിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചതുമൊക്കെ സാറിൻ്റെ രോഗം മാറുവാൻ കാരണമായിട്ടുണ്ട്. ഇത്രയും കേട്ടപ്പോൾ മൂർത്തി സാർ ചോദിക്കുകയാണ്, പൂർണ്ണമായിട്ട് മാറിയോ ഡോക്ടർ? അതല്ലേ പറഞ്ഞു വന്നത്. സാർ ഇപ്പോൾ 100% ഓക്കെയാണ്. നന്ദിയുണ്ട് ഡോക്ടറെ. പക്ഷേ ഈ വിവരം നമ്മൾ രണ്ടാളുമല്ലാതെ വേറെ ആരും അറിയരുത്. ഇത് കേട്ടിട്ട് ഡോക്ടർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? സാറിൻ്റെ രോഗം മാറിയെന്നറിയുന്നത് സാറിൻ്റെ വീട്ടിലുള്ളവർക്ക് സന്തോഷമല്ലേ? അവരിപ്പോൾ അങ്ങനെ സന്തോഷിക്കണ്ട. തനിക്ക് തന്നെ അറിയാമല്ലോ ഇന്നത്തെ കുടുംബങ്ങളുടെ പോക്ക്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മെച്ചമാണ് വീട്ടിലെ കാര്യങ്ങൾ. എങ്കിലും പൊരുത്തക്കേടുകൾ ഓരോന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തൽക്കാലം ആരും ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. തറവാട്ടിലെ കാരണവർക്ക് രോഗമുണ്ടെന്നറിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവായി പോകും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രോഗമില്ലാത്ത അനന്തമൂർത്തിയേക്കാളും രോഗമുള്ള അനന്തമൂർത്തിയെയാണ് അവരെല്ലാവരും ഭയപ്പെടുന്നത്. എല്ലാവരുമില്ല, എന്നാൽ വീടിനകത്ത് ചിലരൊക്കെ ഞാൻ പെട്ടെന്ന് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട്. തറവാടും സ്വത്തുക്കളും ഭാഗം വെക്കാത്തതിൽ പ്രതിഷേധമുള്ളവരാണ് എൻ്റെ മരണം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന കുറച്ചു പേരുണ്ട്. അവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും തൽക്കാലം നിലനിർത്തുവാൻ ഇക്കാര്യം മറച്ചു വെക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടിട്ട് ഡോക്ടർ പറയുകയാണ്, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് സാറേ, സാർ പെട്ടെന്ന് രോഗവിമുക്തനായതിൽ. അതിൽ നിങ്ങൾ ഡോക്ടർമാരുടെ കഴിവിനെ പ്രശംസിക്കുന്നതിനോടൊപ്പം മറ്റൊരാൾക്ക് കൂടി നന്ദി പറയാനുണ്ട്. അത് അയ്യപ്പസ്വാമിയാണ്. കുട്ടികൾ മല ചവിട്ടിയത് എൻ്റെ രോഗശാന്തിക്ക് കൂടിയാണ്. അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് വേണം കരുതുവാൻ. അപ്പോൾ ഡോക്ടർ, എന്നുവെച്ച് മരുന്ന് മുടക്കരുത്. മരുന്ന് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പിന്നെ പതിയെ ഡോസ് കുറച്ച് നമുക്ക് ശരിയാക്കാം. ഉടനെ മൂർത്തി സാർ പറയുകയാണ്, ഞങ്ങൾ പേഷ്യൻസിനോട് കുറച്ച് ദ്രോഹം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ഡോക്ടർ ഒന്ന് ഞെട്ടുമ്പോൾ, മരിക്കേണ്ട സമയത്ത് മരിക്കുവാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഇത് കേട്ടിട്ട് ഡോക്ടർ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മൂർത്തി സാർ വീണ്ടും പറയുന്നു, 75 വയസ്സ് കഴിഞ്ഞു. അത് തന്നെ വലിയൊരു പ്രായമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞ് മക്കളെയും കൊച്ചുമക്കളെയും സുരക്ഷിതരാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രായത്തെ തോൽപ്പിക്കാൻ നിൽക്കരുത്. ആർക്കും ഒരു ശല്യമാകാതെ ബാധ്യതയാകാതെ കടന്നു പോകണം. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭാഗ്യവാന്മാർ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ സാറേ എന്ന് ഡോക്ടർ പറയുമ്പോൾ, അതും ശരിയാണ്. അപ്പോഴേ ഡോക്ടറുടെ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പറയണം. നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് കുറച്ച് സംസാരിക്കണം, അല്പം ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അതെ ഞാൻ പറയാം, അതിന് അധികം വൈകണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മൂർത്തി സാർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്ത് അനന്തപുരിയിൽ ദേവയാനിയുടെയും ജയന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് മുത്തശ്ശി പരിഭ്രമത്തോടെ ചോദിക്കുകയാണ്, അദ്ദേഹം ഇതുവരെ വന്നില്ലല്ലോ ജയ? അമ്മ ടെൻഷനാവാതെ, ഇപ്പോൾ വരുമല്ലോ എന്ന് ജയൻ പറയുമ്പോൾ, നീ ഒന്ന് ഡോക്ടറെ വിളിക്കുമോനെ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയുമില്ല. ഇത്രയും പറയുമ്പോഴേക്കും മൂർത്തി സാറിൻ്റെ കാർ വാതിൽക്കൽ വന്നു കഴിഞ്ഞു. ഇത് കണ്ടിട്ട് ദേവയാനി പറയുകയാണ്, അമ്മേ അച്ഛനെത്തി. മൂർത്തി സാർ അകത്തേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തായി?
എന്താകാനാ, അയാൾ അതേപടി നിൽക്കുകയാണ്. എന്നുവെച്ചാൽ രോഗം അതേപടി ഉണ്ടെന്ന്. അദ്ദേഹത്തിന് എൻ്റെ ശരീരം ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, എന്നെ വിട്ടുമാറുവാൻ ഒരു പ്രയാസമുള്ളതുപോലെ. മുത്തശ്ശൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സങ്കടത്തോടുകൂടി ജയൻ പറയുകയാണ്, ഇത്തവണ മല കയറിയത് 2-3 കാര്യങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതിലാദ്യത്തേത് അച്ഛൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ ഇവൾക്ക് രോഗം ഏതാണ്ട് മാറിയ അവസ്ഥയിലാണ് ഞങ്ങൾ പോയത്. എങ്കിലും ഇവളും നയനമോളും തമ്മിലുള്ള അകൽച്ച മാറണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. ഇതൊന്നും നടന്നില്ല, അതാണ് വിഷമം. ഇത് കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ പറയുകയാണ്, മരുമക്കളുടെ സ്വഭാവം മാറണം, എന്നാലേ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ദേവയാനി ഹോസ്പിറ്റലിലും നയനമോൾ വീട്ടിലുമായതിൽ പിന്നെ പൂജാമുറിയിലെ കാര്യങ്ങൾ നോക്കുവാൻ ആരും താല്പര്യങ്ങൾ കാണിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി എല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കിയാൽ ആയി, അല്ലാതെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. കുടുംബദേവതകൾ പ്രസാദിക്കാതെ എങ്ങനെയാണ് മറ്റുള്ള ദേവതകൾ കണ്ണു തുറക്കുന്നത്? ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ്, അതിലുപരി വീടിനകത്തുള്ളവരുടെ മനസ്സ് ശുദ്ധമാകാതെ പറ്റില്ല. അതും പല വിഷയങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം വീടിനകത്തുള്ളവർ ഒത്തൊരുമയോടെ പോകാൻ നോക്കണം. അത് കഴിയുമ്പോൾ അസുഖങ്ങളൊക്കെ താനേ മാറിക്കൊള്ളും. നയനമോളില്ലാത്തത് കാരണം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് ദേഹത്ത് പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്രയും കേട്ടപ്പോഴേക്കും ജലജ കലിപ്പോടെ വീണ്ടും പിറുപിറുക്കുകയാണ്. അവളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഏട്ടത്തിയുടെ മനസ്സ് ഇളക്കുകയാണ് കിളവൻ. അപ്പോൾ വീണ്ടും മൂർത്തി സാർ, അതിരാവിലെ എഴുന്നേൽക്കുന്ന ജോലികളെല്ലാം ചെയ്തു തീർക്കുന്ന ഞങ്ങളെ പരിചരിക്കുന്ന നയനമോളുടെ അഭാവം എന്തോ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ സുഖകരമല്ല എന്ന് പറയാം. അതായിരിക്കും ഒരുപക്ഷെ മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറാത്തത്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാറ്റവുമില്ലേച്ചാ? കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല. തുടർന്ന് വാ വസുന്ധരെ എന്ന് പറഞ്ഞ് മൂർത്തി സാർ അകത്തേക്ക് പോകുമ്പോൾ ജലജയുടെ മുഖത്ത് ഒരു ചിരി പടരുന്നുണ്ട്. മൂർത്തി സാർ പോയി കഴിഞ്ഞപ്പോൾ ജയൻ പറയുകയാണ്, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നയനമോൾ ഇല്ലാത്തത് അച്ഛനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഉടനെ ജലജ, ഇതൊക്കെ അവളെ വിളിച്ചു കൊണ്ടുവരുവാനുള്ള അച്ഛൻ്റെ അടവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിർത്ത്, അച്ഛൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. നയനമോളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ സ്വർണം കൊടുത്തത്. പിന്നെ ഇവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതൊന്നും മുഖത്ത് നോക്കി പറയില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യുകയാണ് വേണ്ടത്. ഇത് പറഞ്ഞ് ജയനും തിരിഞ്ഞു നടക്കുകയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ദയവായി ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.